നമസ്കാരം. രാഗ മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രാഗങ്ങൾക്ക് പകരം ശ്രീ ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്ന കൃതികളെയാണ് പരിശോധിക്കുന്നത്. ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കൃതികൾ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഉൾപ്പെടുന്ന ശ്രീ ത്യാഗരാജ സ്വാമികളുടെ സംഗീത സൃഷ്ടികളിൽ വളരെ പ്രശസ്തമായി തീർന്നവയാണ് അദ്ദേഹത്തിൻ്റെ ഘനരാഗ പഞ്ചരത്ന കൃതികൾ. ഘനരാഗങ്ങളായ നാട്ട, ഗൗള, ആരബി, വരാളി, ശ്രീരാഗം എന്നിവയിലാണ് ഈ ഘനരാഗ പഞ്ചരത്ന കൃതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ കൃതികളെയും വിശദമായി പരിശോധിക്കാം. ജഗദാനന്ദകാരക. ഓംകാര പഞ്ചരകീരപുരഹര സരോജ ഭവകേശവ. ഓംകാര പഞ്ചരകീരപുരഹര സരോജ ഭവകേശവ ദിരൂപവ സവരിഭുജനക ദകകലാധര കലാധരാപ്ത ഗൃണാകര ശരണാഗത ജനപാലന സുമനോ രമണ നിർവികാര നിഗമ സാരധര ജഗദാനന്ദകാരക ജയ ജാനകി പ്രാണനായക ജഗദാനന്ദകാരക. ഘനരാഗ പഞ്ചരത്ന കൃതികളിൽ ആദ്യത്തേത് വളരെയധികം പഴക്കം ചെന്നതും വളരെയധികം മനോഹരവുമായ നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദകാരക എന്ന് തുടങ്ങുന്ന കൃതിയാണ്. ത്യാഗരാജ സ്വാമികളുടെ ഇഷ്ടദേവനായ ശ്രീരാമനെ സ്തുതിച്ചാണ് ഇതിൻ്റെ പൊരുൾ. ഈ കൃതിക്ക് 10 ചരണങ്ങളുണ്ട്. കച്ചേരികളിലും മറ്റും പാടുമ്പോൾ നല്ല മേളക്കൊഴുപ്പവും സംഗീതാന്തരീക്ഷവും സൃഷ്ടിക്കാൻ ഈ കൃതിക്ക് കഴിയുന്നു. കൂടാതെ മറ്റു കൃതികളെല്ലാം തെലുങ്കിലാണെങ്കിൽ ഈ കൃതി സംസ്കൃതത്തിലാണ് ത്യാഗരാജ സ്വാമികൾ രചിച്ചിരിക്കുന്നത്. വളരെയധികം അപൂർവമായ കൃതികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിൽ രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമുഖ്യ കൃതികളും തെലുങ്കിലാണ്. ദുടുക്കുഗല. കടുദൂർവിഷയ കൃഷ്ടുടൈ കടുദൂർവിഷയ കൃഷ്ടുടൈ ഗഡിയ ഗഡിയ ഗോനിണ്ടാരു ടുടുകുഗലനന്നെ ദോര കൊടുകു ബ്രോ സുര ആയെന്തോടുകുഗലനന്നെ ദോര കൊടുകു ബ്രോസുര. രണ്ടാമത്തെ പഞ്ചരത്ന കൃതിയാണ് ഗൗളരാഗത്തിലുള്ള ദുടുക്കുഗല എന്ന കൃതി. ഗൗളയുടെ ഭാവസാന്ദ്രതയ്ക്ക് ഒരു ഉദാഹരണമാണ് ഈ കൃതി. മന്ത്രമധ്യ താളസ്ഥായി സ്വരസഞ്ചാരങ്ങൾ ഈ കൃതിയെ മനോഹരമാക്കുന്നു. ഈ കൃതിക്ക് 10 ചരണങ്ങളാണ് ഉള്ളത്. തെലുങ്കിൽ രചിക്കപ്പെട്ട ഈ കൃതിയിൽ ത്യാഗരാജ സ്വാമികൾ തൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും പട്ടികപ്പെടുത്തുകയും അത്തരമൊരു പാപിയെ വീണ്ടെടുക്കാൻ രാമനല്ലാതെ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എത്രയോ ദുർഗുണങ്ങളുള്ള തന്നെ ഏത് രാജകുമാരൻ രക്ഷിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. സാധിഞ്ചന്. സദ്ഭക്തുല നടതലീടളനെ അമരികഗാന പൂജ കൊന്നനെ അലുകവദനനെ വിമുകുലതോ ജരബോ കുമനനെ വെതഗൽഗിന താളുകോമനനെ ദമശമാദിസുഗദായകുടകു ശ്രീ ത്യാഗരാജനു തുടു ചന്ദരാകാനി സാദിം ചനേയോ മനസാ ആദിം ചനേ ഏ
പഞ്ചരത്ന കൃതിയിൽ മൂന്നാമത്തേത് ആരബി രാഗത്തിലുള്ള സാധഞ്ചനെ എന്ന് തുടങ്ങുന്ന കൃതിയാണ്. ത്യാഗരാജസ്വാമികൾ ഈ കൃതിയിൽ ശ്രീകൃഷ്ണനെയാണ് സ്തുതിക്കുന്നത്. ഈ കൃതിയിൽ താണരീതിയിലുള്ള സ്വരസഞ്ചാരങ്ങളും ദ്രുതകാല പ്രയോഗങ്ങളും ഒരു സവിശേഷതയുണ്ട്. ഈ കൃതിക്ക് 8 ചരണങ്ങളും ഒരു അനുബന്ധവുമുണ്ട്. കൂടാതെ ഈ കൃതി സ്വീകരിക്കുന്ന ശൈലി മറ്റു 4 കൃതികളെയും അപേക്ഷിച്ച് വളരെയധികം മാധുര്യമുള്ളതാണ്. കനകനരുചിര. കാമിഞ്ചി പ്രേമമീര കരമുല നീതു പാദ കമലമുല ബട്ടുകൊന്നു വാടു സാക്ഷി രാമനാമരസി കുടു കൈലാസ സതനുടു സാക്ഷി മറിയുന രഥപരാശര ശുഗശൗ നകപുരന്ദര നഗജാദരജമുക്യുലു സാക്ഷിഗാദ സുന്ദരേശ സുഗകലശാം ബുദ്ധിവാസ സുതുലകേ കാന കാനരു ജീര കനകവസന നിന്നു. പഞ്ചരത്ന കൃതികളിൽ 4ാമത്തെ കൃതിയാണ് കനകനരുചിര. നാട്ടെ പോലെ 1000-ലധികം വർഷം പഴക്കമുള്ള രാഗമാണ് വരാളി. വരാളി രാഗത്തിലാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഗുരുമുഖത്തു നിന്നും നേരിട്ട് വരാളി രാഗം അഭ്യസിക്കരുത് എന്ന വിശ്വാസം കാരണം ഈ കൃതിയുടെ പ്രചാരണം വളരെയധികം കുറഞ്ഞുപോയി. കൂടാതെ ഈ കൃതി വളരെയധികം അപൂർവമായാണ് പഠിപ്പിക്കുന്നത്. ഈ കൃതി ചൗക്കകാലത്തിൽ പാടുമ്പോഴാണ് ശോഭിക്കുന്നത്. ഈ കൃതിക്ക് 7 ചരണങ്ങളുണ്ട്. വളരെ മനോഹരമായാണ് ത്യാഗരാജസ്വാമികൾ വരാളി എന്ന അപൂർവ രാഗത്തിൽ ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ఎందరో మహానుభావులు నీమేను నామ వైభవంబులను నీ పరాక్రమ ధైర్యముల శాంతమానసము నీవులను భజన సత్యమును రఘువర నీయడ సద్భక్తియుజనింజగను దుర్మదములను గల్లజేసి నాటి నీ మదిన రింగి సందదం బునను గుణ భజన నంద కీర్తనము సేయువ ఎందరో మహానుభావులు అందరికీ వందనము ఎందరో మహానుభావులు. ഘനരാഗ പഞ്ചരത്ന കൃതികളിൽ 5ാമത് വരുന്ന കൃതിയാണ് ശ്രീരാഗത്തിലുള്ള എന്ദരോ മഹാനുഭാവുലു എന്ന കൃതി. ഈ കൃതിക്ക് പിന്നിൽ ഒരു പ്രശസ്തമായൊരു കഥയുണ്ട്. തിരുവിതാംകൂറിലെ ആസ്ഥാന വിദ്വാനായിരുന്ന ഷക്കാല ഗോവിന്ദൻ മാരാർ സ്വാതിരുനാൾ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീ ത്യാഗരാജസ്വാമികളെ സന്ദർശിക്കുകയുണ്ടായി. സ്വാമികളുടെ അഭ്യർത്ഥന പ്രകാരം മാരാർ ചന്ദനചർച്ചിത എന്ന് തുടങ്ങുന്ന അഷ്ടപതി 6 കാലങ്ങളിൽ പാടിയെന്നും അത്ഭുതസ്തനായ സ്വാമികൾ എന്ദരോ മഹാനുഭാവുലു എന്ന പഞ്ചരത്ന കൃതി സ്വശിഷ്യന്മാരോട് പാടുവാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ആ കഥ. ഈ കഥ നമ്മൾ ശ്രീരാഗത്തിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കൃതി ഒരു അവസാന കൃതിയായതിനാൽ ഒരു മംഗളത്തിൻ്റെ ഫീലാണ് നമുക്ക് ഈ കൃതിയിൽ നിന്ന് കിട്ടുക. കാരണം അദ്ദേഹം ശ്രീരാഗത്തിലാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ദേവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും ദിക്പാലരെയും ഈ കൃതിയിൽ പരാമർശിക്കുന്നു. ഭാവസാന്ദ്രവും മനോഹരമായ ഈ കൃതിയിൽ 10 ചരണങ്ങളാണ് ഉള്ളത്. ഗണരാഗ പഞ്ചരത്ന കൃതികളിൽ എല്ലാം ആദിതാളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചരത്ന കൃതികളിലെ ഓരോ രാഗവും ഗാനത്തിൻ്റെ മാനസികാവസ്ഥയെയും അതിൻ്റെ വരികളുടെ അർത്ഥത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃതികൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാം. കൂടാതെ ലാളിത്യവും സംഗീത സാഹിത്യ സമ്പുഷ്ടതയും വൈഭവവും എല്ലാം നമുക്ക് ഈ കൃതികളിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ കൃതികളെ വളരെയധികം മനോഹരമാക്കുന്നുണ്ട്. കൂടാതെ തിരുവയ്യാറിലെ ശ്രീ ത്യാഗരാജ സമാധി ഉത്സവത്തോടനുബന്ധിച്ച് പുഷ്യബഹുള
പഞ്ചമി ദിവസം നടത്തുന്ന സംഗീതോത്സവത്തിൽ സമൂഹ പഞ്ചരത്ന കീർത്തനാലാപനം വർഷം തോറും നടന്നു വരുന്നുണ്ട്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ പലയിടങ്ങളിലും നടക്കുന്ന സംഗീതോത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ഇന്ന് ത്യാഗരാജ പഞ്ചരത്ന കൃതികൾ മാറിയിരിക്കുന്നു. ശ്രീ ത്യാഗരാജ സ്വാമികളുടെ സംഗീത സംഭാവനകളിൽ വിലമതിക്കാനാവാത്ത രത്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചരത്ന കൃതികൾ. ഈ കൃതികളെ പറ്റി നമ്മൾ ഇന്ന് രാഗാമറ്റിൽ പങ്കുവച്ചല്ലോ. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുമല്ലോ. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു രാഗവുമായോ അതോ പുതിയൊരു കൃതിയുമായോ പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി. ശുഭദിനം നേരുന്നു.